നമസ്കാരം. ആദ്യം ടോപ്പ് ഹെഡ്സ്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 9 മരണം. കോട്ടയം പാറക്കടവിൽ മീൻ പിടിക്കുന്നതിനിടെ വള്ളം മറിഞ്ഞ് 2 യുവാക്കൾ മരിച്ചു. കണ്ണൂരും മലപ്പുറത്തും എറണാകുളത്തും തിരുവനന്തപുരത്തുമായി 4 പേരെ കാണാതായി. ആലപ്പുഴ കോടംതുരുത്തിൽ വീടിന്റെ ഭിത്തി തകർന്ന ഗർഭിണിക്ക് പരിക്ക്. കനത്ത കാറ്റിൽ പലയിടങ്ങളിലും ഇന്നും മരം വീണ് അപകടം. നിരവധി വീടുകൾ തകർന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. 8 ജില്ലകളിൽ റെഡ് അലർട്ട്. 24 മണിക്കൂറിനുള്ളിൽ 200 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പ്. മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. നദികളിലും ജലസംഭരണികളിലും ജലനിരപ്പ് ഉയർന്നു. അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരള കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. കണ്ണൂരിൽ കുപ്പത്തും കൊട്ടിയൂർ പാൽച്ചുരം റോഡിലും മണ്ണിടിച്ചൽ. കുപ്പത്ത് മണ്ണിടിയുന്നത് ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത ഭാഗത്ത്. കൊട്ടിയൂർ പാൽച്ചുരം റോഡിൽ യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കിലെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട്. ദേശീയപാതയിലും മലയോര ഹൈവേ നന്ദരാപഥം ചേവാ റൂട്ടിലും ഗതാഗതത്തിന് നിരോധനം. കർണാടക ഉള്ളാലിൽ ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. നിലമ്പൂരിൽ മത്സര ചിത്രം തെളിയുന്നു. എം സ്വരാജ് ഇടത് സ്ഥാനാർത്ഥി. തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ. തെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തലെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ. LDF സർക്കാരിന്റെ അംഗീകാരമായി തെരഞ്ഞെടുപ്പ് മാറുമെന്ന് എം സ്വരാജ്. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീട്ടി PV അൻവർ. UDF തീരുമാനത്തിനായി ഒരു പകൽ കൂടി കാത്തിരിക്കുമെന്ന് അൻവർ. മാന്യമായ തീരുമാനം പ്രതീക്ഷിക്കുന്നതായും പ്രതികരണം. UDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് അൻവർ പിൻവലിക്കണമെന്ന് നിലപാടിൽ മാറ്റമില്ലെന്ന് VD സതീശൻ. കമൽഹാസൻ ചിത്രം തഗ് ലൈഫിന് കർണാടകയിൽ വിലക്ക്. നടപടി തമിഴിൽ നിന്നാണ് കന്നഡ ഉണ്ടായതെന്ന പരാമർശത്തിൽ. കമൽഹാസൻ മാപ്പ് പറയും വരെ പ്രദർശനം അനുവദിക്കില്ലെന്ന് കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്. നീറ്റ് PG പരീക്ഷയിൽ ഇടപെട്ട സുപ്രീം കോടതി. ജൂൺ 15-ലെ പരീക്ഷ ഒറ്റ ഷിഫ്റ്റായി നടത്തണമെന്ന് നിർദ്ദേശം. വ്യത്യസ്ത ഷിഫ്റ്റായുള്ള പരീക്ഷ നടത്തുന്നത് പരീക്ഷാ സാഹചര്യങ്ങളെ ബാധിക്കുമെന്ന് കോടതി. പെൻഷൻ ആനുകൂല്യം തടഞ്ഞതിനെതിരായ ഹർജിയിൽ മുൻ KTU VC സിസ തോമസിന് ആശ്വാസം. ആനുകൂല്യങ്ങൾ ഉടൻ നൽകാൻ ഉത്തരവിട്ട് ഹൈക്കോടതി. 2 ആഴ്ചയ്ക്കകം മുഴുവൻ ആനുകൂല്യങ്ങളും നൽകണം. അന്വേഷണത്തിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ തടയുന്നത് ശരിയല്ലെന്ന് സർക്കാരിനോട് കോടതി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം. ഇറക്കുമതി തീരുവ നടപടികൾ വിലക്കിയ US ഫെഡറൽ കോടതി ഉത്തരവിന് താൽക്കാലിക സ്റ്റേ. ഫെഡറൽ വ്യാപാര കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത അപ്പീൽ കോടതി കേസ് ജൂൺ 9-ന് വീണ്ടും പരിഗണിക്കും. വാർത്തകൾ വിശദമായി. ഛത്തീസ്ഗഡിൽ നിന്നുള്ള 17 മാവോവാദികൾ തെലുങ്കാന CRPFന് മുന്നിൽ കീഴടങ്ങി. 11 പുരുഷന്മാരും 6 സ്ത്രീകളുമാണ് കീഴടങ്ങിയത്. തെലുങ്കാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ ചെയ്ത പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കീഴടങ്ങൽ. ഇവർക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി 25,000 രൂപയുടെ ചെക്ക് അനുവദിച്ചു. 2025 ജനുവരി മുതൽ 282 മാവോയിസ്റ്റുകളാണ് ഇതുവരെ കീഴടങ്ങിയത്. മെയ് 9-ന് നിരോധിത CPI മാവോയിസ്റ്റ് പാർട്ടിയിലെ 30